നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KM തുളസി. 1912 ജൂലൈ 4-നായിരുന്നു അവർ ജനിച്ചത്. ഇന്ന് അവരുടെ ജന്മദിനമാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപയാണ് കുറഞ്ഞത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടനെ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പൊതുപദ്ധതികൾക്കായി ആരാധനാലയങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിനു ആരാധനാലയ നിയമം തടസ്സമാകുന്നില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ചാലക്കുടി മണ്ഡലം പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായിട്ടാണത്. പദ്ധതിയുടെ പൈലറ്റ് ഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കി വിജയകരമാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ജൂലൈ 4-ന് അവരോടുള്ള ആദരസൂചകമായിട്ടാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പുതിയ പദ്ധതിക്ക് അവരുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട വനിതാ ഗ്രൂപ്പുകൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാനും വൻ സാമ്പത്തിക പിന്തുണ ലഭ്യമാകും. അതുവഴി സ്വയം സഹായ സംഘങ്ങൾക്ക് സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് പദ്ധതി ഉതകുന്നതാണ്. സർക്കാർ വകുപ്പുകളിലോ അംഗീകൃത ഏജൻസികളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ പട്ടികജാതി വിഭാഗക്കാരുടെ ഗ്രൂപ്പുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പദ്ധതിയുടെ ആകെ ചെലവിന്റെ 75% സർക്കാർ സബ്സിഡിയായി അനുവദിക്കും. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക. ശേഷിക്കുന്ന 25% തുക ബാങ്കുകളിലൂടെയോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലൂടെയോ വായ്പയായി കണ്ടെത്തണം. കുറഞ്ഞത് 2 വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതി സഹായം നൽകും. ഇതിനായി പരമാവധി 5 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. BPL കുടുംബങ്ങൾ, ദുർബല വിഭാഗങ്ങൾ, അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ, സ്റ്റാർട്ടപ്പ് മിഷനിലോ നോർക്കയിലോ രജിസ്റ്റർ ചെയ്തവർ, പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ തൊഴിൽ രഹിതർ എന്നിവർക്ക് പദ്ധതിയിൽ പ്രത്യേക മുൻഗണന ലഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കുമെന്നും മന്ത്രി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ ബിരുദധാരിയായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവ് 1912 ജൂലൈ 4-നായിരുന്നു അവർ ജനിച്ചത്. ഇന്ന് അവരുടെ ജന്മദിനമാണ്. അപ്പോൾ അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സംരംഭകർക്കായിട്ട് അവരുടെ ഒരു നമ്മളെപ്പോഴും സമൂഹത്തിൽ കോടിക്കണക്കിന് രൂപ വിവിധ പദ്ധതികളിലായി നമ്മുടെ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം സ്ത്രീകൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ടും
മറ്റും വിശദമായിട്ടുള്ള ചർച്ചകൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രധാനം എപ്പോഴും നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഒരു പുതിയ സ്കീമിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവര് ഒരു പദ്ധതി പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ത്രീകള് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിന് പേരിടണം, അതിനൊരു നല്ല പേര് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ പലരെയും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവിന്റെ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നടപ്പിലാക്കാൻ പോകുന്ന ഈ സ്വയം സംരംഭത്വം അവരെ സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ജൂലൈ 4 അന്താരാഷ്ട്ര സഹകരണ ദിനം പ്രമാണിച്ച് ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിൽ സഹകരണ ദിനാചരണം സംഘടിപ്പിച്ചു. രാവിലെ ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ പതാക ഉയർത്തി ബാങ്ക് ജീവനക്കാർ സഹകരണ പ്രതിജ്ഞ ചൊല്ലി. സെക്രട്ടറി സോയ് പോൾ, ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടനെ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ് അധ്യക്ഷനായി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി NA ഗോവിന്ദൻകുട്ടി, ട്രഷറർ ഡേവിസ് വെളിയത്ത്, വൈസ് പ്രസിഡന്റുമാരായ ബിജു മാളക്കാരൻ, ആന്റോ മേനാച്ചേരി, സെക്രട്ടറിമാരായ ജോയ് പാനിക്കുളം, ആന്റോ എരിഞ്ഞേരി, ജോബി മേലടത്ത്, ചന്ദ്രൻ കൊളത്താപ്പള്ളി, റെയ്സൻ ആലുക്ക, ബിനു മഞ്ഞളി, ഷൈജു പുത്തമ്പുറയ്ക്കൽ, PV ആന്റണി, KS സലീം, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് TB ബിനോ, ജനറൽ സെക്രട്ടറി പ്രവീൺ സിദ്ധാർത്ഥൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, ജനറൽ സെക്രട്ടറി ഷാലി ആൻഡോ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപയാണ് കുറഞ്ഞത്. 1,07,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കുറഞ്ഞത്. 13,450 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വരാനിരിക്കുന്ന US ഫെഡറൽ റിസർവിന്റെ പണവായ്പാ നയവും എണ്ണവിലയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ജോബ് ഡാറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല ജോബ് ഡാറ്റ കണക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പലിശ നിരക്ക് കൂട്ടാൻ അമേരിക്ക തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടിയത്. കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. പൊതുപദ്ധതികൾക്കായി ആരാധനാലയങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് ആരാധനാലയ നിയമം തടസ്സമാകുന്നില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. 1991 ആരാധനാലയ നിയമം അനുസരിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയം മറ്റൊരു മതവിഭാഗത്തിലേക്ക് മാറ്റുന്നത് മാത്രമാണ് വിലക്കുന്നത്. പൊതുവായതും മതേതരവുമായ ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ആരാധനാലയം ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ പരമാധികാരത്തെ ഇത് തടസ്സപ്പെടുത്തുന്നില്ലെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. കാശി വിശ്വനാഥ് ധാം കോറിഡോർ വികസനത്തിന്റെ ഭാഗമായി വാരണാസിയിലെ ദാൽമണ്ഡി പ്രദേശത്ത് നടക്കുന്ന റോഡ് വികസനവും സൗന്ദര്യവൽക്കരണവും തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസുമാരായ JJ മുനീർ, അരുൺ കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ വിധി. തങ്ങളെ പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ദാൽമണ്ഡി പ്രദേശത്തെ വ്യാപാരികളായ 6 ഹർജിക്കാരാണ് അഹമ്മദാബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചുമാറ്റാൻ നിർദ്ദേശിച്ച പ്രദേശത്തെ 6 പുരാതന പള്ളികൾക്ക് സംരക്ഷണം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു. പദ്ധതിയുടെ വിപുലീകരണത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ
ഏറ്റെടുക്കൽ ഏകപക്ഷീയവും നിയമവിരുദ്ധവും തങ്ങളുടെ മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണ്. ഇത് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഹർജിക്കാർ വാദിച്ചു. പൊതു താൽപര്യങ്ങൾക്കായി ആരാധനാലയങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിന്ന് 1991 നിയമം സർക്കാരിനെ തടയുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏത് സ്വത്തും ഏറ്റെടുക്കാനുള്ള പരമാധികാരം സർക്കാരിനുണ്ടെന്നും സർക്കാർ വാദിച്ചു. കൂടാതെ 1955 വഖഫ് നിയമത്തിലെ 51, 91 വകുപ്പുകൾ കൃത്യമായ നടപടിക്രമങ്ങൾക്ക് വിധേയമായി ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. ഹർജിക്കാർ വെറും വാടകക്കാർ മാത്രമാണെന്നും പ്രസ്തുത സ്വത്തുക്കളുടെ ഉടമകളല്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് പരിമിതമായ അവകാശം മാത്രമേ ഉള്ളൂവെന്നും ബെഞ്ച് വ്യക്തമാക്കി. 2013 നിയമപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഭൂമി വിട്ടുകൊടുക്കാനോ പ്രാഥമികമായി അവകാശമുള്ളത് അതിന്റെ ഉടമസ്ഥന് മാത്രമാണെന്നും ഹൈക്കോടതി അടിവരയിട്ട് പറഞ്ഞു. വെറുതെ കിടക്കുന്ന സ്വർണം പ്രയോജനപ്പെടുത്താൻ പരിഷ്കരിച്ച ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം ഉടൻ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൽപാദനക്ഷമതയില്ലാതെ വെറുതെ കിടക്കുന്ന സ്വർണം സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം പരിഷ്കരിക്കുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി വൻതോതിൽ കുറയ്ക്കാനും ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും എന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇന്ത്യൻ വീടുകളിൽ വെറുതെ കിടക്കുന്ന ഏകദേശം 30,000 ടൺ സ്വർണത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. പുതിയ പരിഷ്കാരത്തിലൂടെ 1000 ടണ്ണിലധികം സ്വർണം സമാഹരിക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ജ്വല്ലറികളെ കളക്ഷൻ പാർട്ട്ണർമാരായി ഉൾപ്പെടുത്താനാണ് പുതിയ ഫ്രെയിം വർക്കിൽ ആലോചിക്കുന്നത്. നിലവിൽ ബാങ്കുകൾക്ക് മാത്രമായിരുന്ന ഈ അനുമതി ജ്വല്ലറികൾക്ക് കൂടി നൽകുന്നതോടെ പൊതുജനങ്ങൾക്ക് അവരുടെ കൈവശമുള്ള സ്വർണം കൂടുതൽ എളുപ്പത്തിൽ പദ്ധതിയുടെ ഭാഗമാക്കാൻ സാധിക്കും. ഇന്ത്യൻ വീടുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ വെറും 5% ഇത്തരത്തിൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചാൽ വിപണിയിൽ ഏകദേശം 7.5 ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ചാലക്കുടി മണ്ഡലം പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MD ഡേവിസ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് മൂത്തേടൻ, നീരജ് കുമാർ, ജിതോഷ് ജോൺ, ജെൻസൺ J ആളൂർ, MV കണ്ണൻ, ലിസ K പോൾ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ യോഗത്തിൽ ആദരിച്ചു. എക്സൈസ് സബ് ഇൻസ്പെക്ടർ KK രാജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റോഡിന് കുറുകെ ഇലക്ട്രിക് കമ്പിയിൽ തൂങ്ങിക്കിടന്ന തെങ്ങിൻ തടിയിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മോതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ വീട്ടിൽ 65 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 5ഓടെയായിരുന്നു സംഭവം. വെള്ളിയാഴ്ച വൈകിട്ടോടെ ഇലക്ട്രിക് ലൈനിൽ തെങ്ങ് മറിഞ്ഞു വീണിരുന്നു. വിവരമറിഞ്ഞെത്തിയ KCB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ റോഡിന് കുറുകെ ഇലക്ട്രിക് ലൈനിൽ തൂങ്ങിക്കിടന്ന മരം മുറിച്ചു മാറ്റാനോ വിവരം ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കാനോ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശനിയാഴ്ച പുലർച്ചെ കപ്പ വലിക്കുന്ന ജോലിക്കായി സഹോദരൻ പൗലോസിനൊപ്പം പോയ തോമസിന്റെ സ്കൂട്ടർ മരത്തിലിടിക്കുകയായിരുന്നു. വളവ് തിരിഞ്ഞു വരുന്ന വഴി റോഡിൽ വൈദ്യുത ലൈനിൽ തൂങ്ങിക്കിടന്നിരുന്ന തെങ്ങ് തടി ശ്രദ്ധയിൽപ്പെട്ടില്ല. തോമസിന്റെ തലയ്ക്കും നെഞ്ചിലുമാണ് ക്ഷതമേറ്റത്. ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പൗലോസ് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. KCB ജീവനക്കാരുടെ അനാസ്ഥയാണ് തോമസിന്റെ മരണത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചിറ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തവും തീവ്രവുമായ മഴയ്ക്ക് സാധ്യത. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് തീവ്രമഴ പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി തിങ്കളാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ
204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചാലക്കുടി റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും 10 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പരിയാരം എൽമ ഗാർഡനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ലബിന്റെ നെടുന്തൂണായ ഒരു സംഗതിയാണ് റോട്ടറി ഫൗണ്ടേഷൻ. ഈ റോട്ടറി ഫൗണ്ടേഷൻ സ്ഥാപിതമായത് 1917 17 സ്ഥാപനമാകുമ്പോൾ $26.50 തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ ബില്യൺ കണക്കിന് ഡോളറിന്റെ ഒരു ഫണ്ട്, വലിയൊരു ഫണ്ട് സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിൽ പൈസ ഫണ്ട് ചെയ്യുന്നത് ഈ റോട്ടറി ക്ലബിലുള്ള എല്ലാ മെമ്പേഴ്സിനും പിരിക്കുന്ന പൈസയാണ്. എല്ലാ മെമ്പേഴ്സും ഡൊണേറ്റ് ചെയ്യുന്ന, എല്ലാ വർഷവും ഡൊണേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഈ ലോകമെമ്പാടുമുള്ള ഈ രാജ്യങ്ങൾക്ക് നമ്മൾ ഈ സംഭാവന ചെയ്യുന്നത്. റോട്ടറി ഫൗണ്ടേഷൻ പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലോകമെമ്പാടുള്ള കീഴിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ലോക സമാധാനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ വിഭാഗമാണ്. പ്രത്യേകിച്ച് ഈ വാറുകൾ, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന അതിനകത്തൊക്കെ റോട്ടറി TRFന്റെ ട്രസ്റ്റികൾ പങ്കെടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ക്ലബ്ബ് സ്മൈൽ ചാലക്കുടി പദ്ധതി വഴി ഒട്ടേറെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഡോക്ടർ ടിജിത് തോമസ് പറനിലം പ്രസിഡന്റ്, PV ജോസ് സെക്രട്ടറി, ജോൺ തെക്കേക്കര ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമേൽക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ CM രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് സന്തോഷ് ബേബി അധ്യക്ഷത വഹിക്കും. സ്മൈൽ ചാലക്കുടി പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഹോപ്പ് പദ്ധതി വഴി വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികാസ ക്ലാസുകൾ, ചെറുപ്രായത്തിൽ കാഴ്ചശക്തി വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള കണ്ണു പരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണവും നേത്രപരിശോധനയും സൗജന്യ തിമിര ശസ്ത്രക്രിയയും എറണാകുളം ഗിരിധർ ഐ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തും. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ, ദന്തൽ ക്യാമ്പുകൾ, വൃക്ഷത്തൈകൾ നട്ടുപിടിക്കലും പരിപാലനവും, തൊഴിൽ നൈപുണ്യ പരിശീലനം, വിദ്യാർത്ഥികൾക്ക് വാട്ടർ പ്യൂരിഫയർ വിതരണം, സ്കോളർഷിപ്പുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജമാക്കി നൽകൽ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ കൈമാറൽ, കൗൺസിലിംഗ്, ചികിത്സ, വിദ്യാഭ്യാസ സഹായങ്ങൾ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ എന്നിവയും നടപ്പാക്കും. അക്ഷരത്തണൽ പദ്ധതിയുടെ ഭാഗമായി 100 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്നതിന്റെ ഉദ്ഘാടനം 1969 തുടങ്ങിയ സ്ഥാപനമാണ്. അന്ന് തൊട്ട് പല സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് വരുന്ന ക്ലബ്ബാണ് നമ്മുടെ റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി. ഈ റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടിയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ സെറമണി ഈ ജൂലൈ 10-ാം തീയതി പരിയാരത്തുള്ള എൽമ ഗാർഡൻസിൽ വെച്ചിട്ട് 7:30 ഇൻസ്റ്റലേഷൻ സെറമണി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഡോക്ടർ CM രാധാകൃഷ്ണൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KM തുളസി. 1912 ജൂലൈ 4-നായിരുന്നു അവർ ജനിച്ചത്. ഇന്ന് അവരുടെ ജന്മദിനമാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപയാണ് കുറഞ്ഞത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടനെ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പൊതുപദ്ധതികൾക്കായി ആരാധനാലയങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിനു ആരാധനാലയ നിയമം തടസ്സമാകുന്നില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ചാലക്കുടി മണ്ഡലം പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.